വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനിലെ വിവിധ പ്രദേശങ്ങളിൽ ബോംബാക്രമണം നടത്തിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരികയാണ്. മാത്രമല്ല അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന് നേരെ തിരിച്ചടി നടത്തിയതായിട്ടുള്ള വിവരങ്ങളും ഇതോടൊപ്പം തന്നെ പുറത്തുവരുന്നുണ്ട്. ഇതുവരെ കൊല്ലപ്പെട്ടതാകട്ടെ 200-ലധികം സാധാരണക്കാരാണ്. ഇതോടുകൂടി പാകിസ്ഥാൻ വീണ്ടും ക്രൂരത നിറഞ്ഞ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെയാണ് ഈ ആക്രമണം അഴിച്ചുവിടുന്നത്. അവരെ ഭീകരാക്രമണത്തിന്റെ ഇരകളാക്കുകയാണ് ഇവർ ചെയ്യുന്നതും. ഇതോടുകൂടി തന്നെ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാവുകയാണ് ഉണ്ടായിരിക്കുന്നത്. 2025 ഒക്ടോബറിൽ ആരംഭിച്ച അതിർത്തി കടന്നുള്ള ഏറ്റുമുട്ടലുകൾക്ക് പിന്നാലെ തന്നെ ഇരു രാജ്യങ്ങളും ഒരു താൽക്കാലിക വെടിനിർത്തൽ കരാറിൽ എത്തിയിരുന്നു. എന്നാൽ പുതിയ വ്യോമാക്രമണത്തോടു കൂടി തന്നെ പാകിസ്ഥാൻ ഈ കരാർ ലംഘിച്ചിരിക്കുകയാണ്. താലിബാൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ ആരംഭിച്ചിരുന്ന ഓപ്പറേഷൻ ഗസാബ് ഇൽ ഹക്കിന്റെ തുടർച്ചയാണ് ഈ ഒരു പുതിയ വ്യോമാക്രമണം. അതേപോലെ അഫ്ഗാനിസ്ഥാനിലെ പൊതുജനങ്ങൾക്ക് നേരെയായിരുന്നു പാകിസ്ഥാൻ പ്രധാനമായും ആക്രമണങ്ങൾ നടത്തിയത്. അതിർത്തി കടന്നുള്ള ഏറ്റുമുട്ടലുകൾ അവിടെ അഫ്ഗാനിസ്ഥാൻ ആ ഭാഗത്തു നിന്നുള്ള സിവിലിയൻ മരണങ്ങളിൽ ഭൂരിഭാഗവും സ്ത്രീകൾ കൂടി അവിടെ അതായത് ഇത്തരത്തിൽ സ്ത്രീകളും കുട്ടികളുമാണ് എന്നതായിരുന്നു ഐക്യരാഷ്ട്രസഭ അഫ്ഗാനിസ്ഥാനിലെ സഹായ ദൗത്യത്തിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയത്. മാത്രമല്ല പാകിസ്ഥാൻ ആകട്ടെ അഫ്ഗാനിസ്ഥാന് മേൽ ഇത്തരത്തിൽ ആക്രമണം രൂക്ഷമാക്കിയതോടുകൂടി തന്നെ പാകിസ്ഥാനിലെ വിവിധ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ അഫ്ഗാനിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. നേരത്തെ അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ നടത്തിയ വ്യോമാക്രമണത്തിന് പ്രതീകമായി തന്നെ അതിന് പ്രതികാരമായിട്ടാണ് ഇത്തരത്തിൽ താലിബാൻ സർക്കാർ തിരിച്ചടിച്ചിരിക്കുന്നത്. പാകിസ്ഥാനിലെ കഹത്ത് സൈനിക ക്യാമ്പിൽ ഉൾപ്പെടെ തന്നെ ആക്രമണം നടത്തിയതായി തന്നെ താലിബാൻ വ്യക്തമാക്കി. ഖൈബർ പത്വേക്കിലാണ് സൈനിക ക്യാമ്പ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ നേരത്തെ തന്നെ പാകിസ്ഥാൻ കാബൂൾ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 4 പേർ കൊല്ലപ്പെടുകയും സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ തന്നെ 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. പാകിസ്ഥാന്റെ വ്യോമാക്രമണങ്ങൾക്ക് മറുപടിയായി തന്നെ താലിബാൻ ഡ്രോണുകൾ അതിർത്തി കടന്ന് നിരവധി പ്രധാന സ്ഥലങ്ങളിൽ കൃത്യമായ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നതാണ് പ്രതിരോധ മന്ത്രാലയ വൃത്തങ്ങൾ പറയുന്നത്. നിലവിൽ പാകിസ്ഥാനിലെ വിവിധ നഗരങ്ങളിൽ നിന്ന് സ്ഫോടനങ്ങളുടെ ശബ്ദങ്ങൾ കേട്ടതായി തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. സൈനിക കണ്ടോൺമെന്റിനും അനുബന്ധ സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടുള്ള ചാവേ ഡ്രോണുകളാണ് ആക്രമണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നതാണ് താലിബാൻ പ്രതിരോധ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. പാകിസ്ഥാനിലെ ചരിത്ര പ്രസിദ്ധമായ ഗാസിയാൻ പട്ടണങ്ങളിൽ ഒന്നാണ് കൊഹത്ത് കണ്ടോൺമെന്റ്. അതേപോലെ തന്നെ പാകിസ്ഥാൻ ആർമിയുടെ 9ാം അതായത് ഇൻഫൻട്രി ഡിവിഷനിലെ യൂണിറ്റുകൾ ഉൾപ്പെടെയുള്ള പ്രധാന സൈനിക വിന്യാസങ്ങൾ ഇവിടെയുണ്ട്. ഖൈബർ പത്വേക്കയിലെ തന്ത്രപ്രധാനമായ ഈ ഒരു സ്ഥലത്തിന് സമീപം ഈ ഒരു താവളത്തിന് മേലെ ആ മേഖലയിൽ ഉടനീളമുള്ള സുരക്ഷാ പ്രവർത്തനങ്ങൾക്കുള്ള ഒരു പ്രധാന പ്രവർത്തന കേന്ദ്രമായി തന്നെ ഇതിനെ വളരെ കാലമായി തന്നെ പ്രവർത്തിച്ചു വരുന്നതായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അഫ്ഗാനിസ്ഥാനുള്ളിൽ വീണ്ടും വ്യോമാക്രമണം നടത്താൻ പാകിസ്ഥാനെ പ്രേരിപ്പിച്ചത് എന്താണ് എന്ന് അന്വേഷിച്ചു വരികയാണ്. കാരണം അവർക്ക് നേരത്തെ തന്നെ പ്രകോപനമില്ലാതെ പോലും ഇത്തരത്തിൽ വെടിനിർത്തൽ ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ നടത്തിയിരിക്കുന്നത്. അതാകട്ടെ വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമാവുകയും അതുപോലെ പാകിസ്ഥാൻ കാബൂൾ, കാണ്ഡഹാർ, പാക്തിക തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ ബോംബ് ആക്രമണങ്ങൾ നടന്നതായിട്ടുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. ആക്രമണങ്ങളെ താലിബാൻ സർക്കാർ അപലപിക്കുകയും റെസിഡൻഷ്യൽ പ്രദേശങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ ആക്രമണം നടത്തിയതായും ഇത് സാധാരണക്കാർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതായും അഫ്ഗാനിസ്ഥാൻ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ ആക്രമണങ്ങൾക്ക് പാകിസ്ഥാൻ മറുപടി നൽകുമെന്നും ഇവിടെ താലിബാൻ ഭരണകൂടം അറിയിച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.